ഇരിങ്ങാലക്കുട സ്വദേശിയും അഭിഭാഷകയുമായ യുവതിക്ക് ക്രൂരമർദ്ദനം. ഗർഭിണിയായി 3 മാസം പിന്നിട്ടപ്പോൾ യുവതിയുടെ ശരീരത്തിലേക്ക് തിളച്ച എണ്ണ ഒഴിച്ചു പൊള്ളിച്ചു. സംശയത്തിന്റെ പേരിലാണ് ഭർത്താവിന്റെ കടത്തം. ക്രൂരമായ ബലാത്സംഗത്തിനും യുവതി ഇരയായി. ബംഗളൂരുവിൽ ബിസിനസ്സുകാരനായ ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി മനു പി മാത്യുവിനെതിരെയാണ് ഗുരുതര വെളിപ്പെടുത്തൽ. ലഹരിക്കടിമയാണ് മനുവെന്നും പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ രാത്രി 2 മണിക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഗർഭിണിയായിരിക്കുമ്പോഴാണ് തിളച്ച എണ്ണ എൻ്റെ കയ്യിലോട്ട് സ്പൂണിൽ കോരി ഒഴിക്കുകയാണ് ഉണ്ടായത്. റേപ്പ് വരെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. സെപ്റ്റംബർ 9 ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ മനു പി മാത്യുവിന്റെയും ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവതിയുടെയും വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 2ാം ദിവസം മുതൽ യുവതി ക്രൂരമർദ്ദനത്തിന് ഇരയാകുകയാണ്. മനു വിളിച്ചത് കേട്ടില്ല എന്ന് കുറ്റപ്പെടുത്തിയാണ് കഞ്ഞിക്കുഴിയിലെ നട്ട്മഗ് വാലി ഫാം സ്റ്റേയിൽ വെച്ച് ആദ്യ മർദ്ദനം. പിന്നീട് മനുവിന്റെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ വെച്ചും അതിക്രമങ്ങൾ തുടർന്നു. കഴുത്തിലും കണ്ണിലും പുറംഭാഗത്തും കൈകൊണ്ടും കാലുകൊണ്ടും മർദ്ദിച്ചിട്ടുണ്ട്. അതിക്രമത്തിന് ശേഷം ചികിത്സ കിട്ടാതിരിക്കാൻ യുവതിയെ പൂട്ടിയിട്ടു. ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയി വന്നതിൻ്റെ ട്രോളി ബാഗ് മുറിയിലുണ്ടായിരുന്നു. അതിൽ നിറച്ച് ഡ്രസ്സും സാധനങ്ങളായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ട്രോളി ബാഗായിരുന്നു. എന്തോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കായതിൻ്റെ പേരിൽ അത്രയും ഹെവി ആയിട്ടുള്ള ട്രോളി ബാഗ് എൻ്റെ പുറത്തോട്ട് എറിഞ്ഞ് എനിക്ക് 2 ദിവസം നടക്കാൻ പറ്റാതെ ഞാൻ മുറിയിൽ തന്നെയായിരുന്നു. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും എന്നെ കൊണ്ടുപോയില്ല. നിരവധി തവണ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം നിരന്തരം ഗർഭനിരോധന ഗുളികകൾ കഴിപ്പിച്ചു. 2024 ആദ്യം ഗർഭിണിയായപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സുഹൃത്തിന്റെ ആശുപത്രിയിൽ കൊണ്ടുപോയി അബോർഷൻ നടത്തി. 2024 ഫെബ്രുവരിയിൽ ഞാനിതുപോലെ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആയി അറിഞ്ഞതിന് ശേഷം ഇതെൻ്റെ കുഞ്ഞല്ല, ഇത് ആരുടെ കുഞ്ഞാന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ച് ഉപദ്രവിക്കുമായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ എന്നെ അബോർട്ട് ചെയ്യിപ്പിച്ചു. അദ്ദേഹം നിർബന്ധിച്ച് ആദ്യം പില്ല് തരികയും പിന്നീട് അത് വർക്കാവാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോയി എന്നെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചു. എന്നെ റൂമിലിട്ട് പൂട്ടി 1 ദിവസം പട്ടിണിക്കിട്ടിട്ടാണ് കൊണ്ടുപോയി ചെയ്യിപ്പിച്ചത്. അത് സംശയരോഗത്തിന്റെ പേരിൽ നിരന്തരം അതിക്രമങ്ങൾ തുടർന്നു. സുഹൃത്തിനോട് സംസാരിച്ചതിനും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടതിനുമെല്ലാം ക്രൂരമായ ആക്രമണമാണ് സ്ത്രീ അനുഭവിച്ചത്. കാറിന്റെ ഡാഷ്ബോർഡിലും ഫ്ളാറ്റിലെ ചുമരിലും മുഖം അമർത്തിപ്പിടിച്ച് പലപ്പോഴും പരിക്കേൽപ്പിച്ചു. കഴുത്തിൽ കാലമർത്തി കൊല്ലാൻ ശ്രമിച്ചതായും അഭിഭാഷക കൂടിയായ യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചെയ്തില്ലെങ്കിൽ കൊന്നുകളയും. അദ്ദേഹത്തിന് അതിനുള്ള പവറുണ്ട്. എന്നെ പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കാലുകൊണ്ട് എൻ്റെ കഴുത്തിൽ ഞെക്കി പിടിക്ക് ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയുന്നത്, നീ മരിക്കുന്ന പോയിന്റ് എനിക്കറിയാം, ആ പോയിന്റിൽ ഞാൻ നിന്നെ വിടും. ലഹരി ഉപയോഗത്തിന് ശേഷമുള്ള ക്രൂരമായ അതിക്രമങ്ങൾ മനുവിന്റെ വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും ഒരിക്കൽ പോലും അവരാരും അത് തടയാൻ ശ്രമിച്ചില്ലെന്നും യുവതി പറഞ്ഞു. പാരൻസ് ഇത് സപ്പോർട്ടാണ്. അതായത് ഇവർ ഒന്ന് പിടിച്ച് മാറ്റാനോ ഒന്നും ശ്രമിക്കില്ല. നമ്മൾ വേദനിച്ചിരുന്നാലും അവർ ഒന്നും തന്നെ ഒരു ആശ്വാസവാക്ക് പോലും പറയില്ലായിരുന്നു. നിനക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജീവിക്കാം, ആ ഒരു കണ്ടീഷനായിരുന്നു അവർക്ക്. കൂടുതലൊന്നും മറുത്ത് പറയരുത്, അവൻ പറയുന്നത് എന്തോ അതനുസരിച്ച് ജീവിക്കണം. 2025 ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ മനു ആദ്യ നോട്ടീസ് അയച്ചു. യുവതി 9 മാസം ഗർഭിണിയായ സമയത്തായിരുന്നു നോട്ടീസ് അയച്ചത്. എല്ലാ വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ച് തൃശൂരിലെ കാട്ടൂർ പോലീസിൽ യുവതി പരാതി നൽകിയെങ്കിലും ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയും മൊഴി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്നേ വരെയായിട്ടും ഒരു തരത്തിലുള്ള നടപടികൾ അവർ സ്വീകരിച്ചിട്ടില്ല. വളരെ നിസ്സാരമായിട്ടുള്ള സെക്ഷൻസ് മാത്രമാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളൂ. ജനുവരി 1 അനുഭവിച്ച പീഡനങ്ങൾ വിവരിച്ച് ഇൻസ്റ്റഗ്രാമിൽ യുവതി പോസ്റ്റ് പങ്കുവച്ചു. അതിനുശേഷം യുവതിയുടെ സഹോദരനെ കൊല്ലുമെന്ന് മനു ഭീഷണിപ്പെടുത്തി. കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനൊരുങ്ങുകയാണ് അഭിഭാഷകയായ യുവതി. അതിക്രൂരമായ പീഡനമാണ് യുവതി ഭർത്താവിൽ നിന്ന് നേരിട്ടത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി മനു പി മാത്യുവിനെതിരെ യുവതി പരാതിയുമായി രംഗത്ത് വന്നത്. ഇതിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട്.
കൊച്ചിയിൽ നിന്ന് അനൽ കാസേത്, ന്യൂസ് മലയാളം.